നമസ്കാരം. ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലെ ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിന്റെ ലക്ഷ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗും ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലുമുള്ള പ്രധാന ചേഞ്ചസ് എന്താണ്, ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗും ത്രൂപുട്ട് അക്കൗണ്ടിങ്ങും തമ്മിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. The following performance statistics are extracted from the records of a company which has just completed first year of its operation. Planned output 1 lakh unit, actual output 1 lakh unit. Then sales 90,000 unit at rupees 80 per unit. Direct material cost per unit 15. Direct labor cost 4 lakh. Variable manufacturing overhead expense 6 lakh. Fixed manufacturing overhead expense 20 lakh. Variable administration and selling overhead rupees 10 per unit. Fixed administration and selling overhead 10 lakh. Prepare income statement under absorption costing and throughput costing. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അനുസരിച്ചും ത്രൂപുട്ട് കോസ്റ്റിംഗ് അനുസരിച്ചും ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് എന്തിന്റെ ബേസിലായിരിക്കും? ത്രൂപുട്ട് അക്കൗണ്ടിങ് നമുക്കറിയാം, ട്രൂലി വാരിയബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ട്രൂലി വാരിയബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ മാത്രമാണ്. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ചെയ്യുന്ന സമയത്ത് ആ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ മാത്രമേ ഉൾപ്പെടുകയുള്ളൂ. എന്നാൽ നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ നമുക്കറിയാം, ക്ലോസിംഗ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ വാല്യൂ ചെയ്യുന്ന സമയത്ത് അതിൽ എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസസുകളായിട്ടുള്ള, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതെല്ലാം ഇവിടെ എന്തിന്റെ ഭാഗമായിട്ട് വരും? ക്ലോസിംഗ് സ്റ്റോക്കിൽ അതിന്റെ എല്ലാം ഒരു എലമെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം ആ ഒരു മാറ്റം ആണ് ഇതിന് മേജർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. അത് നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അനുസരിച്ചിട്ട് നമ്മൾ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരിട്ട് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഓക്കെ, സെയിൽസ് എത്രയാണെന്ന് നോക്കുക. സെയിൽസ് എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കുക. സെയിൽസ് എത്രയാണ്? 90,000 യൂണിറ്റ് അറ്റ് rupees 80 per യൂണിറ്റ്, അല്ലെ? അതായത് 90,000 യൂണിറ്റ് എത്ര രൂപയ്ക്ക്? 90,000 യൂണിറ്റ് 80 രൂപ വെച്ചിട്ട്. അപ്പൊ നമ്മൾ സെയിൽസ് വാല്യൂ എഴുതുന്നു. ഓക്കെ, സെയിൽസ് വാല്യൂ എത്രയാണ്? 90,000 യൂണിറ്റ് 80 രൂപ വെച്ചിട്ട്. അപ്പൊ സെയിൽസ് വരുന്നത് എത്രയാണ്? 7,20,000 ആയിരിക്കും. 72 lakh ആയിരിക്കും അവിടെ സെയിൽസ് വരുന്നത്. ഓക്കെ, അപ്പൊ സെയിൽസ് വരുന്നത് 72 lakh. ഓക്കെ, ദെൻ സെയിൽസിൽ നിന്നും എന്ത് ചെയ്യാൻ? നമുക്ക് ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റിന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അതിൽ നിന്നും സെയിൽസിൽ നിന്നും എന്ത് ചെയ്യാം? ബാക്കിയുള്ള എക്സ്പെൻസസുകളായിട്ടുള്ള ലെസ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അതിൽ എന്തെല്ലാം വരുന്നു? ഡയറക്റ്റ് മെറ്റീരിയൽ വരും, ഡയറക്റ്റ് ലേബർ വരും, വാരിയബിൾ ഓവർഹെഡ് വരും, ഫിക്സ്ഡ് ഓവർഹെഡ് വരും. ഓക്കെ, അതിൽ നിന്നും ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ്? ഫസ്റ്റ് എടുത്ത് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് 15 രൂപയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നത് 15 രൂപ. അപ്പോൾ നോക്കുക നിങ്ങൾ, നമ്മുടെ ഇവിടെ എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം പ്ലാൻഡ് ഔട്ട്പുട്ട് എത്രയാണ്? 1 ലക്ഷം യൂണിറ്റ്. ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 1 ലക്ഷം യൂണിറ്റ്. അപ്പൊ നമുക്ക് 1 ലക്ഷം യൂണിറ്റ് ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര വന്നിട്ടുണ്ടാവും? 1 ലക്ഷം ഇൻറ്റു എത്രയാ? 15. അപ്പൊ എത്ര വന്നിട്ടുണ്ടാവും? 15 ലക്ഷമാണ് അവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ വരിക, അല്ലെ? ഒരു യൂണിറ്റിന് 15 രൂപ. 1 ലക്ഷം യൂണിറ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മുടെ പ്ലാൻഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും. നമ്മൾ എത്രയാണോ ഉത്പാദിപ്പിക്കാൻ വിചാരിച്ചിട്ടുള്ളത് അത്രയും തന്നെ ആക്ച്വൽ ഔട്ട്പുട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൽ 90,000 യൂണിറ്റ് മാത്രമേ എന്തിട്ടുള്ളൂ? സെയിൽ നടത്തിയിട്ടുള്ളൂ. ബാക്കി 10,000 യൂണിറ്റ് എന്തായിരിക്കും? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ഓക്കെ, ആ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗും ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലും മാറ്റം പ്രധാനമായിട്ടും റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡയറക്റ്റ് മെറ്റീരിയൽ 15 lakh 15 ലക്ഷം. ഇനി ഡയറക്റ്റ് ലേബർ എത്രയാണ്? ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡയറക്റ്റ് ലേബർ എവിടെയാ? ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 4 lakh. ഡയറക്റ്റ് ലേബർ എത്രയാണ്? 4 lakh. 4 ലക്ഷം ഡയറക്റ്റ് ലേബർ. യെസ്. ഇനി വാരിയബിൾ ഓവർഹെഡ് ഉണ്ട്. വാരിയബിൾ ഓവർഹെഡ് എത്രയാ?
ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വാരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ഐറ്റംസ് ആണ് അവിടെ എടുക്കുക കേട്ടോ. അപ്പം വാരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് 6 lakh. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫോർമാറ്റ് പോവുക കേട്ടോ. അപ്പോൾ ഒരു ഫിക്സ്ഡ് ഫോർമാറ്റ് ഒന്നും എന്തിനില്ല, കോസ്റ്റിങ്ങിൽ ഒരു പ്രോബ്ലങ്ങൾക്കും ഇല്ല എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ഓക്കെ, സമയം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടും എളുപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഞാൻ തയ്യാറാക്കി വെച്ച ഫോർമാറ്റിലേക്ക് ഞാൻ ഇത് ഫില്ല് ചെയ്യുന്നു മാത്രം. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ ഫോർമാറ്റ് എവിടെ നിന്ന് കിട്ടും അങ്ങനെ ചിന്തിക്കരുത്. ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? സെയിൽസിൽ നിന്നും എക്സ്പെൻസുകൾ മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആ രീതി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് അത് മൈനസ് ചെയ്യുന്നു. പിന്നെന്താണ് അല്ലാത്ത ബാക്കിയുള്ള, അതായത് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ആയിട്ടുള്ള ഐറ്റംസ് മൈനസ് ചെയ്യുന്നു. ദെൻ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ആ ഒരു രീതി ഫോളോ ചെയ്താൽ മതി എന്ന് മാത്രം. അതിൽ കൃത്യമായിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട് എന്നുള്ളത് വിചാരിക്കരുത്. ഓക്കെ, ദെൻ അടുത്തത് ഫിക്സ്ഡ് ഓവർഹെഡ്. ഫിക്സ്ഡ് ഓവർഹെഡ് എത്രയാണ്? മാനുഫാക്ചറിങ് വരുന്നത് 20 lakh ആണ്. ഓക്കെ, 20 lakh. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര വരും നോക്കാം. ടോട്ടൽ വരുന്നത് 45 lakh ആണ് ഇവിടെ ടോട്ടൽ വരുന്നത്. ക്ലിയർ? 45 lakh. അപ്പം ഇതാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ സെയിൽസിൽ നിന്ന് ലെസ് ചെയ്യുന്നത് എന്താണ്? മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ആണ്. അപ്പൊ ഇവിടെ സെയിൽ നടത്തിയ വാല്യൂവിൽ നമുക്കറിയാം എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മൾ 1 ലക്ഷം രൂപ 1 ലക്ഷം എന്താണ് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വന്ന കോസ്റ്റ് ആണ് എന്ത്? 45 ലക്ഷം എന്ന് പറയുന്നത്. ക്ലിയർ? 1 ലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വന്നിട്ടുള്ള കോസ്റ്റ് ആണ് ഈ 45 ലക്ഷം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ അതിൽ 90,000 യൂണിറ്റ് മാത്രമേ നമ്മൾ ഇവിടെ സെയിൽ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ സെയിൽസിൽ നിന്നും ആക്ച്വൽ പ്രോഫിറ്റ് കണ്ടെത്തണമെങ്കിൽ അതിലെ നമ്മൾ സെയിൽ നടത്താത്ത പോർഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഒഴിവാക്കി കളയണം. അതുകൊണ്ട് ആ സെയിൽ നടത്താത്ത പോർഷൻ മീൻസ് അത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പം ആ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു റേഷ്യോ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഈ 45 ലക്ഷം എന്ന് പറയുന്നത് 1 ലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വന്നിട്ടുള്ള കോസ്റ്റ് ആണ്. സോ അതിന്റെ ഒരു ഇക്വേഷൻ രൂപത്തിൽ പറയുമ്പോൾ 45 lakh ഡിവൈഡ് ബൈ 1 lakh, അതായത് 45 ലക്ഷം എന്ന് പറയുന്നത് 1 ലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വന്ന കോസ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ 10,000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വരുന്ന കോസ്റ്റ് അതിന് എങ്ങനെയായിരിക്കും? 45 lakh ഡിവൈഡ് ബൈ 1 lakh ഇൻറ്റു 10,000 ചെയ്താൽ നമുക്കത് കിട്ടും. ഓക്കെ, ആ കോസ്റ്റ് വരുന്നത് എത്രയാണ്? വരുന്നത് 4,50,000 ആണ്. 4,50,000. 4,50,000. ഓക്കെ, അപ്പോൾ 4,50,000 നമുക്ക് ഇവിടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഓക്കെ, അപ്പോൾ 45 lakh മൈനസ് 4,50,000. അപ്പോൾ നമുക്ക് കിട്ടിയ എത്രയാണ്? മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് എത്രയാണ് വരുന്നത്? 40,50,000. 40,50,000 ആണ് എന്ത്? മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണ്? സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പം 31,50,000 ആണ് നമുക്ക് എന്ത് വരുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത്. ഇനി അതിൽ നിന്ന് നമുക്ക് മറ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം മറ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾ എന്തൊക്കെയുള്ളത് നോക്കാം. എന്തൊക്കെയുള്ളത്? ഇതാ വാരിയബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് ഉണ്ട്. ദെൻ ഫിക്സ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് ഉണ്ട്. ഓക്കെ, വാരിയബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് വരുന്നത് 10 per unit ആണ്. യെസ്, അപ്പം നമുക്കറിയാം മൊത്തം നമ്മൾ എന്താണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് വാരിയബിൾ ഓവർഹെഡ്. അതായത് നമ്മൾ ഇവിടെ നമുക്ക് സെയിൽസിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് എത്ര യൂണിറ്റ് ആണ്? 90,000 യൂണിറ്റ് ആണ്. അപ്പൊ 90,000 കാരണം 10,000 യൂണിറ്റ് നമ്മൾ സെയിൽ നടത്തുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് സെല്ലിംഗ് എക്സ്പെൻസിൽ ആ 10,000 വരുമോ? അതായത് 1 lakh യൂണിറ്റ് വരുമോ? ഇല്ല. എത്ര വരുള്ളൂ? 90,000 യൂണിറ്റ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ വാരിയബിൾ ഓവർഹെഡ് 90,000 ഇൻറ്റു 10. 90,000 ഇൻറ്റു 10 എത്ര വരുന്നത്? 90,000 ഇൻറ്റു 10 വാരിയബിൾ ഓവർഹെഡ് വരുന്നത് 90,000 ഇൻറ്റു 10 9 lakh അല്ലേ? 9 lakh. യെസ്, ദെൻ ഫിക്സ്ഡ് ഓവർഹെഡ് ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക. ഫിക്സ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് എത്രയുണ്ട്? 10 lakh ഉണ്ട്. യെസ്, അപ്പൊ 10 lakh അവിടെ കൊടുക്കുക. 10 lakh. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 31,50,000 എന്ന് പറഞ്ഞ എമൗണ്ടിൽ നിന്നും ഈ എമൗണ്ടുകൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്
കിട്ടും. ഓക്കെ, 31,50,000 മൈനസ് 9 lakh മൈനസ് 10 lakh എത്ര വരുന്നു? 12,50,000 ആണ് എന്ത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അനുസരിച്ചിട്ട് നമുക്ക് വരുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്കിൽ നമുക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ്, അതായത് ഗുഡ്സ് പ്രൊഡ്യൂസർ, മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസർ എത്രയാണെന്ന് വെച്ചാൽ, അതായത് നമുക്ക് ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമുക്ക് ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വന്നിട്ടുള്ള മാനുഫാക്ചറിങ് കോസ്റ്റ് മൊത്തത്തിൽ നമ്മൾ എന്തെടുക്കും? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂഷനിൽ എടുക്കും. ഓക്കെ, എന്നാൽ ഇത് ഇനി ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂഷനിൽ ആ കംപ്ലീറ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് നമ്മൾ എടുക്കില്ല. അവിടെ നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ട്രൂലി വാരിയബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഏത് മാത്രമേ ഉള്ളൂ? ഡയറക്ട് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡയറക്ട് മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ എന്ത് കാണുകയുള്ളൂ? ക്ലോസിംഗ് സ്റ്റോക്ക് കാണുകയുള്ളൂ. ഓക്കെ, അതാണ് ഇതിലെ മെയിൻ മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി ത്രൂപുട്ട് അക്കൗണ്ടിങ് അനുസരിച്ചിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെയും ആദ്യം സെയിൽസിൽ നിന്ന് തുടങ്ങാം. സെയിൽസ് എത്രയാണ്? 90,000 യൂണിറ്റ് തന്നെയാണ് അല്ലെ. 90,000 ഇൻറ്റു എത്ര? 80, 80 രൂപ തന്നെയാണ് സെയിൽസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര വരും? 7,20,000 തന്നെയാണ് വരുന്നത് അല്ലെ. 72 lakh തന്നെയാണ് അവിടെ വരുന്നത് അല്ലെ. 72 lakh. ഓക്കെ, ഇനി ലെസ് നമുക്കറിയാം ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താണ് നേരത്തെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ നമ്മൾ ലെസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഡയറക്ട് മെറ്റീരിയൽ, അതായത് ട്രൂലി വാരിയബിൾ കോസ്റ്റ് മാത്രമേ നമ്മൾ ഇവിടെ ലെസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ട്രൂലി വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡയറക്ട് മെറ്റീരിയൽ മാത്രമാണ്. അതുകൊണ്ട് ഡയറക്ട് മെറ്റീരിയൽ എടുക്കുന്നു. അത് ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് എത്രയാ? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം. ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ 15 രൂപയാണ് ഒരു യൂണിറ്റിന്. അപ്പൊ നമുക്ക് മൊത്തം നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി വരുന്നത് 1,00,000 യൂണിറ്റ് ആണ് അല്ലെ. അപ്പൊ 1,00,000 യൂണിറ്റ് ഇൻറ്റു 15 എത്രയാണ്? 15 ലക്ഷം. ക്ലിയർ? 15 ലക്ഷം എടുക്കുന്നു. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്താണ്? ഡയറക്ട് മെറ്റീരിയലിന്റെ നേരിട്ട് ഡയറക്ട് മെറ്റീരിയൽ മാത്രമേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡയറക്ട് മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഇവിടെ കാണാം. ആ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകത അതാണ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് ഡയറക്ട് മെറ്റീരിയൽ ഒരു യൂണിറ്റ് എത്രയാണ്? 15 രൂപയാണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായിരിക്കും? 10,000 ഇൻറ്റു 15 എത്രയാണ്? 1,50,000 ആയിരിക്കും അല്ലെ. ഓക്കെ, 1,50,000. അപ്പോൾ ഇനി നമുക്ക് ത്രൂപുട്ട് എത്രയാന്ന് കിട്ടും. ത്രൂപുട്ട് എത്രയാണ്? ത്രൂപുട്ട് വരുന്നത് അത് 15 നിന്നും 15 ലക്ഷത്തിൽ നിന്നും 1,50,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എത്രയാ? 13,50,000 അല്ലെ. 13,50,000. അപ്പൊ സെയിൽസ് മൈനസ് ഡയറക്ട് മെറ്റീരിയൽ ആണ് എന്ത്? ത്രൂപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ത്രൂപുട്ട് ഇവിടെ കിട്ടും. ത്രൂപുട്ട് പറയുന്നത് എത്രയാണ്? 72 ലക്ഷം മൈനസ് 13,50,000. അപ്പൊ ത്രൂപുട്ട് വരുന്നത് 58,50,000 ആണ് എന്ത്? ത്രൂപുട്ട് വരുന്നത്. ഓക്കെ, ഇനി ഈ ത്രൂപുട്ടിൽ നിന്നും ബാക്കി എല്ലാ കോസ്റ്റുകളും നമുക്ക് മൈനസ് ചെയ്യാം. ഓൾ അതർ കോസ്റ്റ്, അതായത് ഡയറക്ട് ലേബറും വാരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡും ഫിക്സ്ഡ് മാനുഫാക്ചറിങ് ഓവർഹെഡും അഡ്മിനിസ്ട്രേഷൻ സെല്ലിംഗ് എക്സ്പെൻസും അതിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്, വാരിയബിൾ ഉണ്ട്, ഫിക്സ്ഡ് ഉണ്ട്. അതെല്ലാം നമുക്ക് അങ്ങോട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡയറക്ട് ലേബർ വരുന്നത് എത്രയാണ്? ക്വസ്റ്റ്യൻ പ്രകാരം ഡയറക്ട് ലേബർ വരുന്നത് 4 ലക്ഷം അല്ലെ. അപ്പൊ 4 ലക്ഷം നമുക്ക് നേരിട്ട് എഴുതാം, 4 lakh. ഇനി വാരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് എത്രയാണ് വരുന്നത്? വാരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് വരുന്നത് 6 lakh ആണ്. 6 lakh. ഓക്കെ, ഇനി അടുത്തത് ഫിക്സ്ഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് എത്രയാണ്? 20 lakh ആണ്. ഫിക്സ്ഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് 20 lakh. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് 6 lakh ഫിക്സ്ഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് 20 lakh. ദെൻ അടുത്ത ഏതാണ്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ് പറയുന്നത് 10 രൂപ പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 10 രൂപ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ 90,000 ഇൻറ്റു 10 എത്ര വരും? 9 lakh അല്ലെ. 9 lakh. ദെൻ അടുത്ത എന്താണ്? അതായത് അഡ്മിനിസ്ട്രേഷൻ സെല്ലിംഗ് എക്സ്പെൻസ് രണ്ട് കാറ്റഗറി ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്? വാരിയബിൾ ഉണ്ട്, ഫിക്സ്ഡ് ഉണ്ട്. വാരിയബിൾ 9 lakhും ഫിക്സ്ഡ് കോസ്റ്റിൽ പറയുന്നുണ്ട് എത്രയാണ്? 10 lakh എന്നുള്ളത്. ഓക്കെ, 10 lakh. യെസ്, ഇനി നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ് അനുസരിച്ചിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ് വരുന്നത് നോക്കാം.
ത്രൂപുട്ട് അക്കൗണ്ടിങ് അനുസരിച്ചിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരുന്നത് 9,50,000 ആണ്. 9,50,000. ഓക്കെ, അപ്പൊ ഈ ഒരു ചേഞ്ചിനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആയാലും ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലായാലും എല്ലാ ഐറ്റംസും നമ്മൾ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് അല്ലെ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ ഐറ്റംസും, ഡയറക്ട് മെറ്റീരിയലും ഡയറക്ട് ലേബറും വാരിയബിൾ ഓവർഹെഡും ഫിക്സ്ഡ് ഓവർഹെഡും അഡ്മിനിസ്ട്രേഷൻ സെല്ലിംഗ് എക്സ്പെൻസും അതിന്റെ തന്നെ ഫിക്സ്ഡും വാരിയബിളും എല്ലാം നമ്മൾ അതുപോലെ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലും എടുത്തിട്ടുണ്ട്. ഡയറക്ട് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, ഡയറക്ട് ലേബർ വരുന്നുണ്ട്. എല്ലാത്തിനെയും അവിടെയും അബ്സോർപ്ഷൻ കോസ്റ്റിംഗിലും മൈനസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലും നമ്മൾ എന്താ ചെയ്യുന്നത്, മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ മാറ്റമുള്ളത്? മാറ്റമുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ. എന്താണ്, ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെടുക്കുന്നില്ല, അതായത് മാനുഫാക്ചറിങ് കോസ്റ്റുകളായിട്ട് വരുന്ന ബാക്കിയുള്ള ലേബർ കോസ്റ്റും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് വാരിയബിൾ ഓവർഹെഡും മാനുഫാക്ചറിങ് ഫിക്സ്ഡ് ഓവർഹെഡുകളൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, ഓൺലി ട്രൂലി വാരിയബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ, അതായത് ഇവിടെ സെയിൽസ് എത്രയാണ്, 90,000 യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മൈനസ് ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ ഇവിടെ കാണിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ സെയിൽസുമായി ബന്ധപ്പെട്ട ഡയറക്ട് മെറ്റീരിയൽ മാത്രം ഇവിടെ പരിഗണിച്ചാൽ മതി. വിച്ച് മീൻസ് എന്താണ്, 90,000 ഇൻറ്റു 15 ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ലെസ് ചെയ്യേണ്ട കാൽക്കുലേഷൻ ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പം ആ ഒരു ചേഞ്ച് മാത്രമാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും വരുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യുവേഷനിൽ ഉണ്ടാകുന്ന മാറ്റം അത് നമുക്ക് നമ്മുടെ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ആ ഒരു ഏരിയ. അതായത് ഡിഫറൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നോക്കൂ, മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട്, അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അൺസോൾഡ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് വാല്യൂഡ് at total manufacturing cost including fixed production overhead expenses. That means cost volume of closing stock of finished goods include proportionate share. എന്തിന്റെയൊക്കെയാണ്, proportionate unit of unsold stock of finished goods, total number of inventories during the accounting period, of direct material, direct labor cost, other direct expenses, variable production overhead, ഇതിന്റെ എല്ലാം പ്രൊപ്പോർഷൻ അതിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിൽ കോസ്റ്റിംഗ് സ്റ്റോക്കിൽ ഈ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അനുസരിച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, എന്നാൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ അണ്ടർ ത്രൂപുട്ട് കോസ്റ്റിംഗ് അൺസോൾഡ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് വാല്യൂഡ് ഓൺലി അറ്റ് ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ്. ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ ഇവിടെ ഇത് വാല്യൂ ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ്, മൂന്നാമത്തെ ആ പോയിന്റ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഈ പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ പ്രോബ്ലം ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഒരു യൂണിഫോം ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് ഞാൻ ഈ പ്രോബ്ലം നിങ്ങൾക്ക് തരികയാണ് ഉണ്ടായിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഇത് ചെയ്ത് കാണിച്ചിട്ടുള്ളത് വേറെ രീതിയിലാണ്. ഓക്കെ, ഫൈനൽ ആൻസർ ഏത് രീതി ചെയ്താലും സെയിം ആണ്. അതായത് ഞാൻ പറയുന്നു, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്തില്ല, ഒരു ഡെഫിനിറ്റ് ഫോർമാറ്റ് ഇല്ല. അത് നമുക്ക് എന്താണോ ഫൈനലി കിട്ടേണ്ടത് അതിലേക്ക് എത്തിച്ചാൽ മതി. ഫൈനലി നമുക്ക് രണ്ടും കമ്പയർ ചെയ്യണം, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും അതുപോലെ തന്നെ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലും രണ്ടും കമ്പയർ ചെയ്യാൻ നമുക്ക് വേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഫോർമാറ്റ് ഫോളോ ചെയ്താലും കുഴപ്പമില്ല, ഞാൻ തരുന്ന ഫോർമാറ്റ് ഫോളോ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ശരി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം.